നമസ്കാരം. പ്രധാന വാർത്തകൾ. മാൾ ഓഫ് ട്രാവൻകൂറിൽ നാടകീയ രംഗങ്ങൾ, പോലീസുകാരനും വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷം, ഏകപക്ഷീയമായി കേസെടുത്ത് വഞ്ചിയൂർ പോലീസ്. തിരുവനന്തപുരം തലസ്ഥാനത്തെ പ്രമുഖ ഷോപ്പിംഗ് മാളായ മാൾ ഓഫ് ട്രാവൻകൂറിൽ സിവിൽ പോലീസ് ഓഫീസർ മിഥുൻ റോയിയും ഒരു സംഘം വിദ്യാർത്ഥികളും തമ്മിലുണ്ടായ സംഘർഷം വലിയ വിവാദത്തിലേക്ക്. മാളിനുള്ളിലെ തിരക്കിനിടയിൽ അപ്രതീക്ഷിതമായാണ് സംഘർഷം ഉടലെടുത്തത്. സംഭവത്തിൽ മിഥുൻ റോയിയുടെ പരാതിയിൽ വഞ്ചിയൂർ പോലീസ് കേസെടുത്തുവെങ്കിലും വസ്തുതകൾ പരിശോധിക്കാതെ പോലീസ് സ്വീകരിച്ച ധൃതിപിടിച്ച നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയരുകയാണ്. മാളിനുള്ളിൽ സംഘർഷം അവധി ആഘോഷിക്കാനെത്തിയവർക്കിടയിൽ വെച്ചാണ് പോലീസുകാരനും SFI പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും പിന്നീട് കയ്യേറ്റവുമുണ്ടായത്. യൂണിഫോമില്ലാതിരുന്ന ഉദ്യോഗസ്ഥനും വിദ്യാർത്ഥികളും തമ്മിലുള്ള പഴയകാലത്തെ ചില തർക്കങ്ങളാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിന് പിന്നിലെന്ന് പറയപ്പെടുന്നു. മാളിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. പരിക്കേറ്റ ഉദ്യോഗസ്ഥൻ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനെതിരെ രൂക്ഷവിമർശനം. നീതി എവിടെ? സംഭവത്തിന് പിന്നാലെ വഞ്ചിയൂർ പോലീസ് സ്വീകരിച്ച നടപടികളാണ് ഇപ്പോൾ ജനങ്ങളെ ചൊടിപ്പിക്കുന്നത്. ആരാണ് തെറ്റുകാരൻ എന്നോ ആരാണ് ആദ്യം കൈവച്ചതെന്നോ കൃത്യമായി അന്വേഷിക്കാതെ സ്വന്തം സഹപ്രവർത്തകന്റെ മൊഴിയിൽ മാത്രം കേസെടുത്ത പോലീസ് സ്റ്റേഷന്റെ നടപടി നീതിയുക്തമല്ല. രണ്ട് ഭാഗവും കേൾക്കാൻ തയ്യാറാകാതെ നിയമം ഒരാൾക്ക് വേണ്ടി മാത്രം ചലിപ്പിക്കുന്നത് ജനാധിപത്യത്തിന് നാണക്കേടാണ്. പോലീസുകാരൻ എന്ന പദവി ഉപയോഗിച്ച് മറുവശത്തുള്ളവരെ നിശബ്ദമാക്കാനും അവരെ മാത്രം കുറ്റക്കാരാക്കി ചിത്രീകരിക്കാനുമുള്ള ശ്രമങ്ങൾ ഈ രാജ്യത്ത് ഇനിയെങ്കിലും അവസാനിക്കേണ്ടതുണ്ട്. മാളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ഇരുഭാഗത്തെയും സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരുന്നതിന് പകരം ഏകപക്ഷീയമായി വിദ്യാർത്ഥികളെ പ്രതിക്കൂട്ടിലാക്കാൻ പോലീസ് സ്റ്റേഷൻ കാണിക്കുന്ന തിടുക്കം ദുരൂഹമാണ്. സേനയിലെ അമിതാധികാര പ്രവണത. സ്വന്തം പാളയത്തിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടോ എന്ന് നോക്കാതെ അവർക്ക് കവചമൊരുക്കുന്ന പോലീസിന്റെ ശൈലി തിരുത്തപ്പെടേണ്ടതാണ്. യൂണിഫോമിന് പുറത്തും അധികാരത്തിന്റെ ഹുങ്ക് കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. നിയമം എല്ലാവർക്കും തുല്യമാണെന്ന ബോധ്യം നിയമപാലകർക്കുണ്ടാകണം. ജനങ്ങളെ പ്രതികൂട്ടിലാക്കി പോലീസിന്റെ വീഴ്ചകൾ വെള്ളപൂശുന്ന ഈ നടപടി സേനയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നു.